ജമ്മു ശ്രീനഗർ ഡയോസിസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാത്തലിക് സോഷ്യൽ സർവീസ് സൊസൈറ്റി പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പരിചയപ്പെടുക എന്ന ലക്ഷ്യമാണ് ഇന്നത്തെ ഈ യാത്രയിൽ. തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത വളരെ ശാന്തമായി തലയുയർത്തി നിൽക്കുന്ന ജമ്മുവിന്റെ ഓരങ്ങളിലൂടെയുള്ള യാത്ര വളരെ മികച്ച അനുഭവമായിരുന്നു. കാത്തലിക് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കേന്ദ്രമായ സേവാ നികേതൻ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളൊരു ഇടവഴിയിലേക്ക് കയറി. ഡ്രൈവർക്ക് കൃത്യമായി സ്ഥലമറിയാം എന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ടെൻഷൻ ഒന്നുമില്ലായിരുന്നു. ഇടവഴിയിലൂടെ കുറച്ച് മുൻപോട്ട് വന്നപ്പോൾ കണ്ടു സേവാ നികേതന്റെ വലിയ ബോർഡ്. അവിടെ ഞങ്ങളെ കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം സോഷ്യൽ വർക്കുകൾ നടക്കുന്ന സ്ഥലങ്ങളും അതിൻ്റെ അഡ്രസ്സും അവിടേക്ക് പോകേണ്ട വഴിയും വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻസിന് വേണ്ടി നടത്തുന്ന റീഹാബിലേഷൻ സെന്റർ കാണുകയാണ് അടുത്ത ലക്ഷ്യം. അവിടെ എത്തണമെങ്കിൽ കുറച്ചധിക ദൂരം യാത്ര ചെയ്യണം. സിറ്റിയിൽ നിന്നും മാറി കുറച്ചുള്ളിലാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത്. അവിടെവിടങ്ങളിലായി പട്ടാളക്കാരെയും നിരത്തിയിട്ടിരിക്കുന്ന മിലിറ്ററി വാഹനങ്ങളെയും കാണാം. ഞങ്ങൾ സിറ്റി വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നു. വിളഞ്ഞു നിൽക്കുന്ന വയലുകളും റോഡ് സൈഡുകളിൽ കൂടി നിൽക്കുന്ന പോത്തും കൂട്ടങ്ങളുമെല്ലാം ഞങ്ങളുടെ മുൻപിലൂടെ കടന്നുപോയി. ഹിമാലയത്തിൽ നിന്നും മഞ്ഞുരുകി വരുന്ന ജലമാണ് ഇവിടുത്തെ നദികളെ സമൃദ്ധമാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് നദികളിലെ വെള്ളത്തിന്റെ അളവ് കൂടിയും കുറഞ്ഞുമിരിക്കും. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സും ഇതുപോലുള്ള നദികളാണ്. കുറച്ച് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മണ്ടാൽ എന്ന സ്ഥലത്തെത്തി. അവിടെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന റീഹാബിലേഷൻ സെന്റർ കാണുവാൻ സാധിച്ചു. മണ്ടാൽ പള്ളിയുടെ പുറകുവശത്തായി ഒരു ബിൽഡിംഗ് കുട്ടികൾക്കായി പണി കഴിപ്പിച്ചിരിക്കുന്നു.
ഈ കുട്ടികൾ ഇവിടെ സന്തോഷവാന്മാരാണ്. വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങിപ്പോകാമായിരുന്ന ഈ ജന്മങ്ങളെ കണ്ടെത്തി അവരും ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ശുശ്രൂഷിച്ച് അവർക്കു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ കൂടെ ജീവിക്കുന്ന അവരുടെ അമ്മമാരായ സിസ്റ്റേഴ്സ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് വലുതായി സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്കും പരിഹാസങ്ങൾക്കും നടുവിൽ സന്യസ്തരായി ഇതുപോലുള്ള മിഷൻ പ്രദേശങ്ങളിൽ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരെ ശുശ്രൂഷിച്ച് തങ്ങളുടെ ശിഷ്ടകാലം തീർക്കുന്ന ഇവരെ സമൂഹം പലപ്പോഴും മാറ്റി നിർത്താറാണ് പതിവ്. പക്ഷേ ദൈവത്തെ തൊട്ടറിഞ്ഞവർക്ക് ഇതൊരു ലഹരിയാണ്. ഓരോ അശരണരെയും ശുശ്രൂഷിക്കുമ്പോഴും തങ്ങൾ ദൈവത്തെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന ബോധ്യം അവർക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നു. ജമ്മു ശ്രീനഗർ ഡയസിസിൻ്റെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള സെൻറ് ജോൺസ് റീഹാബിലിറ്റേഷൻ സെൻ്ററായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. 8 സ്റ്റാഫും 41 കുട്ടികളുമാണ് ഇവിടെയുള്ളത്. പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ കാറ്റഗറി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചിരിക്കുന്നത്. മെൻ്റലി ചലഞ്ചഡ് ചിൽഡ്രൻ, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ലോ വിഷൻ, ഡെഫ് ആൻഡ് ഡംബ് ടൈപ്പ് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ നിന്ന് 12 കുട്ടികൾ പഠിച്ച് പല വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരുടെ നല്ല രീതിയിലേക്ക് വികസിപ്പിച്ചെടുക്കുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുപോലെ തന്നെ പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ നല്ലവണ്ണം പഠിപ്പിച്ചെടുത്ത് അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം എന്നാണ് CMC കോൺഗ്രിഗേഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് കടന്നു വന്ന ഈ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. സമൂഹം മാറ്റി നിർത്തപ്പെട്ട ഈ കുട്ടികളുടെ ഇടയിൽ സേവനം ചെയ്യുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് പാപികളും രോഗികളും പീഡിതരുമായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന യേശുവിൻ്റെ സന്മാതൃകയാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും ബുദ്ധിയുടെ വളർച്ചയ്ക്കുമായി പലതരം ടീച്ചിങ് മെത്തേഡുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പ്രാപ്തരാക്കുക വഴി അവരും മറ്റു കുട്ടികൾക്കൊപ്പം ചേർക്കപ്പെടുന്നു.
അവിടെ നിന്നും ഞങ്ങൾ യാത്രയായി. പിന്നീട് പോയത് കാത്തലിക് സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മ കാണുവാനാണ്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ കുടുംബശ്രീ യൂണിറ്റ് പോലെ ഒരു കൂട്ടായ്മ. വിദ്യാഭ്യാസവും അരങ്ങുകളുമെല്ലാം നിഷേധിക്കപ്പെട്ട് അടുക്കളയുടെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സ്ത്രീകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സഭ നടത്തുന്ന ഈ പ്രവൃത്തി വളരെ പ്രശംസനീയമാണ്. नमस्कार, मेरा नाम कनिका है। हम कैथलिक सोशल सर्विस सोसाइटी संस्था की तरफ से यहाँ नगरोटा में काम करते हैं। हमारे यहाँ नगरोटा में कैथलिक सोशल सर्विस सोसाइटी की तरफ से 2 प्रोजेक्ट चल रहे हैं, जिसके अंदर हमारे 30 गांव आते हैं और 10 पंचायत आती हैं। हर गांव में हमारा एक SHG सेल्फ हेल्प ग्रुप है और यही ग्रुप्स को जोड़ के हमने एक फेडरेशन बनाया गया है। इन फेडरेशन में कुछ जो भी ग्रुप जुड़े हैं उन्होंने अपना कंट्रीब्यूशन मेंबरशिप 5000 दी गई है और उन्हीं पैसों का हम आगे जिस महिला को ज़रूरत हो उसे लोन दिया जाता है। ये लोन सिर्फ उस काम के लिए दिया जाता है जिससे उनका इनकम जनरेशन हो सके, ताकि वो लोग अपना रोज़गार बढ़ा सकें और अपना घर चला सकें। ये सभी महिलाएं जो आज यहाँ पे हैं ये हमारे साथ संस्था में जुड़ी, फेडरेशन में जुड़ी हुई हैं और यही यहाँ से लोन लेके अपना घर चला रही हैं, अपना काम चला रही हैं। ये जो गांव की महिलाएं हैं ये पहले ज़्यादा बाहर नहीं आती थी, लेकिन जब से ये महिलाएं इस संस्था के साथ जुड़ी हैं, हमारे यहाँ SHG ग्रुप्स में जुड़ी हैं, फेडरेशन में जुड़ी हैं, ये महिलाएं अब बैंक भी जा रही हैं, ये महिलाएं अपना काम भी कर रही हैं, ये महिलाएं मीटिंग के लिए यहाँ नगरोटा भी आ रही हैं। इस तरीके से उनका खुद का अपना पर्सनल भी वो लोग काफ़ी आगे आ रही हैं। जो महिलाएं पहले गाँव से निकलती भी नहीं थी, आज वो हर काम कर रही हैं, जो ये फेडरेशन का हमारा एक मेन मकसद रहा है। तो सबसे पहले जो ये लोन का डिस्कशन होगा वो आपके जो पर्सनल SHG ग्रुप्स हैं आपके एरिया में, वहाँ पे ये डिस्कशन सबसे पहले होगी कि किसको इनकम जनरेशन के लिए फेडरेशन से लोन चाहिए। तो फिर ये बात प्रेसिडेंट और सेक्रेटरी हैं जो आप लोग अपने एरिया के रिप्रेजेंटेटिव वो आप तक ये बात पहुँचाएंगे और फिर ये आप बात हमारे यहाँ जो हम फेडरेशन की हम लोग मीटिंग करते हैं महीने में, तो आप लोग ये बात हमें वहाँ पे पहुँचाओगे। ठीक है, तो ये आपको हर एक मेंबर को जिसको लोन चाहिए उसको यहाँ आने की ज़रूरत नहीं है। ये आप रिप्रेजेंटेटिव्स जो हैं ये आपका काम है कि आप अपने एरिया की बात हमारे तक पहुँचाएंगे। പിന്നീട് ഞങ്ങൾ പോയത് ആദിവാസി മേഖലയിലേക്കാണ്. സിറ്റിയിൽ നിന്നും വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് അവിടെ എത്താൻ. ആദിവാസി മേഖലയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി കാത്തലിക് സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തയ്യൽ യൂണിറ്റ് കാണുകയാണ് ലക്ഷ്യം. വനപ്രദേശങ്ങളിലൂടെയും അല്ലാതെയുമുള്ള യാത്ര. മോശം റോഡുകളായിരുന്നെങ്കിലും ഇരുവശങ്ങളിലുമുള്ള കാഴ്ച മനോഹരമായിരുന്നു. കുറേയേറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ടൈലറിംഗ് യൂണിറ്റിലെത്തി. നിലത്തിരുന്ന് കൈകൊണ്ട് തിരിച്ച് ഡ്രസ്സുകൾ തയ്ക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടത്. വളരെ ഭംഗിയായി എല്ലാവരും തങ്ങളുടെ ജോലികൾ ചെയ്യുന്നു. തികച്ചും സൗജന്യമായാണ് സഭ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്.
ഇവിടെ ഇവർ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് തയ്യൽ യൂണിറ്റാണ് അവിടെ ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ജമ്മുവിൻ്റെ ഒരു വലിയൊരു ഫോറസ്റ്റ് ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഇവിടേക്കൊന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും എത്തിപ്പെടുന്നില്ല എന്നാണ് ഇവർ തന്നെ പറയുന്നത്. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ആൾക്കാർ, നമ്മുടെ സഭ മുന്നിട്ടിറങ്ങി ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിപ്പെടുകയും ഇവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിന് ഒരു സംഘടന രൂപീകരിക്കുകയൊക്കെ ചെയ്ത് അതിൽ നിന്നും ഡെവലപ്പ് ചെയ്തു വരുന്ന ആൾക്കാരിലാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത്. आप इसका बारे में कुछ बात कर सकते हैं? नमस्कार, पहले तो सब आपका स्वागत है CSS संस्था की तरफ से। यहाँ पे हम नगरोटा के यूनिट में काम करते हैं। यहाँ पे हमारे पास 15 गांव दिए गए हैं। आपने जैसे कि अभी यहाँ देखा, यहाँ पे हमारा कटिंग एंड टेलरिंग सेंटर चल रहा है। ये 6 महीने का कोर्स होता है। इस कोर्स के अंदर हम लोग पहले यहाँ पे मशीन के बारे में इनको जानकारी देते हैं। उसके साथ साथ जो फैशन के हिसाब से जो मॉडर्न कपड़े सिलना सिखाते हैं, वो सारे डिज़ाइन भी यहाँ पे इनको सिखाए जाते हैं। और ड्राफ्ट मेकिंग पे जहाँ पे ज़्यादा फोकस दिया जाता है। पहले न्यूज़पेपर कटिंग पे इनको कोर्स वगैरह सब कटिंग करना सिखाते हैं। फिर सिलाई जैसे कैसे करना है वो सब सिखाया जाता है। उसके बाद इनका हर 3 महीने के बाद इवैल्यूएशन होता है हमारे पास। फिर 6 महीने के बाद जब इनका टोटल कंप्लीट कोर्स हो जाता है तो हम इनका एक एग्ज़ाम लेते हैं। फिर उसके बाद उसके बेसिस पे और इनका एक वाइवा भी होता है, उसके बेसिस पे हम इनको डिप्लोमा भी यहाँ पे देते हैं। यहाँ पे अभी हमारे पास 17 स्टूडेंट्स हैं और इनका टाइमिंग सुबह 11 से लेके 1 बजे दोपहर तक है। और ये 3 घंटे में यहाँ पे आते हैं और बारी बारी अपना सब अच्छे से काम सीखते हैं। और यहाँ पे काफ़ी ट्रांसपोर्टेशन का प्रॉब्लम है, जैसे कि यहाँ पे सिटी काफ़ी दूर है और लोगों को काफ़ी प्रॉब्लम आता था। लेकिन जब से हमने यहाँ सेंटर खोला है तो काफ़ी सारे लोगों से मतलब हमें काफ़ी अच्छा ही सुनने को मिला है और उनकी यही डिमांड है कि और भी सेंटर खोले जाए। നമ്മുടെ ക്രൈസ്തവ സഭ ലോകത്തിന് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ചെറിയൊരു കാര്യം മാത്രമാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സോഷ്യൽ സർവീസ് സെൻറ്റർ ആരംഭിക്കുക എന്നത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വന്ന വഴികൾ അത്രയും ദുർഘടം നിറഞ്ഞതായിരുന്നു. ഒരാൾ പോലും ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള റോഡുകളായിരുന്നില്ല. ഇവിടേക്ക് വണ്ടി സർവീസ് ഇല്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അവിടെയും നമ്മുടെ സഭ മുന്നിട്ടിറങ്ങി നമ്മുടെ ജനങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് കാത്തലിക് സർവീസ് സൊസൈറ്റിയുടെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ട്യൂഷൻ സെന്റർ കാണുവാനാണ്. വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനം നടക്കുന്നത്. ജാതിമത ഭേദമന്യേ കുട്ടികളെ വിദ്യാഭ്യാസമുള്ളവരാക്കി തീർക്കുക എന്നതാണ് സഭയുടെ ലക്ഷ്യം. ഈ സർവീസും ഫ്രീ ആയിട്ടാണ് സഭ കുട്ടികൾക്ക് നൽകുന്നത്. सर, मेरा नाम वंदना कुमारी है। हमारे सेंटर का नाम है PKC पार्टिसिपेटरी नॉलेज सेंटर है। सर, हर महीने में हम बच्चों को हर मंथ में हम वेडनेसडे और सैटरडे में हम करवाते हैं बच्चों को वो एक्टिविटीज़, और सैटरडे में करवाते हैं हम पेंटिंग बच्चों को। കാത്തലിക് സർവീസ് സൊസൈറ്റി കൃഷിക്കാർക്കായി നടത്തുന്ന മറ്റൊരു പദ്ധതിയാണ് ഇത്. ചോളം ഉൽപാദനവും വിപണനവും മറ്റുമാണ് ഇവിടെ നടക്കുന്നത്. കാത്തലിക് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കണ്ട ശേഷം തിരിച്ചു പോവുകയാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരം തിരിച്ച് യാത്ര ചെയ്താൽ മാത്രമേ നമ്മുടെ താമസ സ്ഥലത്ത് എത്തുകയുള്ളൂ. തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ജാതി മത വർണ്ണഭാഷാ ഭേദമന്യേ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും
അവർ മുൻപന്തിയിലേക്ക് കടന്നു വരണം എന്നും ചിന്തിക്കുന്ന ഒരു സഭ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ആ സന്തോഷത്തിൻ്റെ കാരണം.